ലോകവശ്യം, സർവജനവശ്യം, കുടുംബവശ്യം, ഭർത്തൃവശ്യം, ഭാര്യാവശ്യം, ദമ്പതിവശ്യം, ദാമ്പത്യവശ്യം, മക്കള് വശ്യം, സഹോദരങ്ങൾ വശ്യം, അങ്ങനെ സർവജന ആകർഷണം ഉണ്ടാവാൻ രാജാക്കന്മാരെ പോലും വശീകരിക്കുന്ന, കാരണം വെച്ചാൽ നമ്മുടെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, മന്ത്രിമാരും ഒക്കെയാണല്ലോ. ഏതൊരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരാളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു വശ്യ തിലകമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിന്റെ പരിഹാരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പീശമ്പടി. ജനങ്ങളിൽ ഒന്നാമത്തെ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആകർഷണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിത പുരോഗതി, സാമ്പത്തിക പുരോഗതി ഒക്കെ ഉണ്ടാവണമെങ്കിൽ സർവ്വജന ആകർഷണം ഉണ്ടാവണം. ഉണ്ടെങ്കിലാണ് നമുക്ക് എവിടെയും നമ്മളെ ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഒറ്റപ്പെട്ട ഒരാളായിരിക്കും. അതിന്റെ ഒരു കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ആകർഷിപ്പിക്കാം. നമുക്ക് മക്കൾ പിരിഞ്ഞു പോയാൽ അവരെ ആകർഷിപ്പിക്കാം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആകർഷിപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അവരെ പൂർണ്ണമായും വരേണ്ടത് നമ്മളുടെ ഒരു ആവശ്യമായി വരികയും നമുക്ക് മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല ഉയർന്ന നിലവാരമായി ജീവിക്കണമെങ്കിൽ അതും നമ്മുടെ ഒരു മോഹവും ആഗ്രഹവുമായതിന്റെ പിന്നിൽ ഇവരെയൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിനാണ് ബ്രഹ്മീരണ്ടി എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്. ആ പുഷ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അത് വെളുത്ത തുണിയിലിട്ട് 3 കൂടിയ സ്ഥലം, കാരണം മുക്കവല എന്നാണ് പറയുക, അവിടെ ഇട്ട് കത്തിച്ച് വെക്കുക. എന്നിട്ട് അത് ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ് ആ വെണ്ണീർ അവിടെ എടുത്ത് കൊണ്ടുവരേണ്ടത്. അത് നമ്മൾ കൊണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മന്ത്രം നമ്മൾ ഒരു 1008 തവണ ജപിച്ച് കുറി തൊട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ കാണുന്നവരൊക്കെ ആകർഷണമായി വരും എന്നുള്ളതാണ്. അതാണ് വശ്യതിലകാണത്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വശ്യ തിലകങ്ങളുണ്ട്. അപ്പോൾ ചില ദ്രവ്യങ്ങൾ, ചില പുഷ്പങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ഇതിലൊക്കെ ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഈ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പവർ നല്ല രീതിയിലായിട്ട് വരും. ചിലത് കറുത്ത വാവ്, ചിലത് വെളുത്ത വാവ്, അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് ചൊവ്വ വെള്ളി ദിവസമാണ് കൊണ്ടുവരേണ്ടത്. നമ്മളത് മുക്കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൂടിയ സ്ഥലം എന്നാണ് അർത്ഥം. ഇത് പല നാട്ടുകാർക്കും പല തരത്തിൽ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആ മുക്കവലയിലിട്ട് കത്തിച്ച്, അത് വെളുത്ത കോടി വസ്ത്രം വേണം, ചെറിയൊരു കഷ്ണമേ വേണ്ടുള്ളൂ, അതിലിട്ടിട്ടാണ് നമ്മളത് കത്തിച്ച് വെണ്ണീറാക്കേണ്ടത്. ആക്കി കഴിഞ്ഞാൽ എന്താണ്, അത് ചൊവ്വ വെള്ളി ദിവസം പോയിട്ട് എടുത്തിട്ട് വരിക, കുളിച്ച് ശുദ്ധമായിട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇത് എടുത്ത് നമ്മളൊരു നിലവിളക്ക് വെച്ച് അതിന്റെ മുന്നിൽ വെച്ച് ഇരുന്ന് ഈ മന്ത്രം നമ്മൾ എന്താണ് 1008 1000 എത്ര വേണമെങ്കിലും ജപിക്കാം. അത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളത് ദിവസവും തിലകം തൊട്ട് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സർവ്വ ആളുകൾ നമുക്ക് ആകർഷണമായി വരും എന്നുള്ളതാണ്. ഈ 1000 തവണ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഇതിനെ 108 തവണ വീതം ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കണം. അതിന്റെ പുറമെ ഇത് തിലകം തൊട്ട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ദിവസം നമ്മളൊരു 108 തവണയോ 54 തവണയോ 27 തവണയോ അറ്റം നമ്മൾ പറ്റുന്നതും കൂടി ജപിക്കുകയാണെങ്കിൽ ഇത് ഇതിന്റെ പവർഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 1008 തവണ ജപിച്ച് വെച്ചൊരു സാധനം നമ്മൾ ദിവസം കുറി തൊട്ടു, അതൊരു ഡപ്പയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുക, ദിവസം ഒരു 108 തവണ വീതം നമ്മൾ ദിവസം മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ ഇത് സെറ്റാവും. ഇതേ തിലകം നമ്മുടെ ഭാര്യ നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നുണ്ടെങ്കിൽ അവരുടെ ഇത് ജപിച്ച ഇത് നമ്മളുടെ പേരുന്നാളും വിചാരിച്ചിട്ട് അവരുടെ എന്നിലേക്ക് ആകർഷണമാവണേ എന്ന് പറഞ്ഞ് അവർ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ നെറ്റിയിൽ തൊടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലയിൽ സ്വൽപ്പെട്ട മതി ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളോടുള്ള വിരോധം മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഇത് നമുക്ക് വിരോധമായി നിൽക്കുന്ന ആളുകളൊക്കെ ഇതൊരു നുള്ളെടുത്തിട്ട് അവർ ശിരസിലിട്ട് കഴിഞ്ഞാൽ അത് അവരുടെ വിരോധം മാറി നമ്മളിലേക്ക് വരും എന്നാണ്. ഇതിനെ ദുർവിനിയോഗം എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് നാശം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഈ ഒറ്റപ്പെടലും വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ മാറി എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിന്റെ ഈ കർമ്മങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എടുത്തു പറയാണ്, ഇത് ദോഷത്തിനോ മറ്റുള്ള കാര്യത്തിനോ വേണ്ടി ചെയ്യരുത് എന്ന്. അപ്പം മന്ത്രം ഇതാണ് ഇതിന്റെ മന്ത്രം. ഇത് കൗളാചാര വിധി പ്രകാരമുള്ള മന്ത്രമാണ്. ഓം നമോ ഭൈരവാന്ധരേ ആജ്ഞാകാലേ കമലമുഖേ
രാജമോഹനെ പ്രജാവശീകരണേ സ്ത്രീ പുരുഷരഞ്ജനെ ലോകവശ്യമോഹിനി മൈമോഹ ഓം ഗുരുപ്രസാദേന. ഇതാണ് മന്ത്രം. ഇത് ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ടാവും. ഇതിൽ തന്നെ പറയേണ്ടത് രാജമോഹനെ പ്രജാവശി ഇതിൽ തന്നെ പറയേണ്ടത് രാജമോഹനെ പ്രജാവശി. കാരണം രാജാക്കന്മാരും പ്രജകളും എല്ലാം നമുക്ക് വശമായിരിക്കുന്ന വശ്യമന്ത്രമാണിത്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് വേണ്ടപ്പെട്ട ഈ ലോകത്തിന് തന്നെ പ്രിയപ്പെട്ടവനായി മാറാൻ സാധിക്കും. കുടുംബജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ മാറാൻ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാട്ടിൽ തന്നെ ആർക്കും നമ്മളെ വശമായി വരാൻ വേണ്ടി ഇത് ജപിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റും. ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പുരുഷനാണോ സ്ത്രീയാണോ അവരുടെ ശിരസിൽ നമ്മൾ ഒരു നുള്ളിട്ട് കൊടുത്താൽ തന്നെ അവരുടെ മനസ്സിലെ വൈരുദ്ധ്യം മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യ കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത ബാധ ബന്ധനങ്ങൾ തീർക്കുന്ന പ്രതിവിധികൾ അടങ്ങിയ വീഡിയോകൾ, ഔഷധം, അതുപോലെ തന്നെ ജ്യോതിഷം ഒക്കെയാണ് നമ്മൾ ചാനലിടുക. സബ്സ്ക്രൈബ് ചെയ്താൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.